എന്താ ഇപ്പൊ നിന്റെ മനസ്സില്? എനിക്ക് അറിഞ്ഞുകൂടാ. അമൃത എന്ന കുട്ടിയുടെ പേര്. തമിഴ്നാട് ബോർഡറിലുള്ള സ്വർഗപുരം എന്ന ഗ്രാമത്തിലെ വീട്. MCAക്ക് പഠിക്കുക എവിടെ. ഇത്രയും ഡീറ്റെയിൽസ് ആ കുട്ടി പോലും അറിയാതെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ അന്വേഷിച്ചു എന്താണെന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായൊരു ഉത്തരം എനിക്കില്ലമ്മ. റൊമാൻസ് ആണെങ്കിൽ ഞാൻ അത്ര സപ്പോർട്ട് ചെയ്യില്ല. 2-3 ആഡ് നീ ചെയ്തിട്ടുള്ളൂ. ആദ്യം ഒരു നിലയിലാവട്ടെ, എന്നിട്ട് മതി റൊമാൻസും കല്യാണവും. അല്ലാതെ നിന്റെ അച്ഛനെ പോലെ. എന്താ അച്ഛൻ കാണിച്ചത്? നിന്റെ അച്ഛൻ എന്നെ കെട്ടിയ ശേഷം ജോലി അന്വേഷിച്ചത്. അത് കാരണം ഞങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തു. ഹലോ. അയ്യോ, അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവനോട് ചോദിക്കട്ടെ. എന്തുപറ്റിയമ്മ? നിനക്കെങ്കിലും അറിയാമെന്ന് കരുതി. അങ്കിൾ, നന്ദിതയ്ക്ക് ഇങ്ങനെ ഒരു അഫയർ ഉണ്ടായിരുന്നെന്നോ അവൾ ഒളിച്ചോടുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അവൾ എന്നോട് ഇന്നേ വരെ ഇങ്ങനെ ഒരു കാര്യം മിണ്ടിയിട്ട് കൂടിയില്ല. സത്യം. നീയും നന്ദിതയും വലിയ കൂട്ടായിരുന്നില്ലേ? അപ്പോൾ നീ അറിയാതെ അവൾ എങ്ങോട്ടും പോവില്ല എന്ന് ഞങ്ങൾ സംശയിച്ചു. അതാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സോറി മോനെ. സാരമില്ല അങ്കിൾ. നന്ദിത എങ്ങോട്ടാ പോയെന്നറിയോ? അറിഞ്ഞൂടാ. പിന്നെ ഇവന് മുറിയിൽ നീ കത്ത് കിട്ടുകയായിരുന്നു. പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും, ഞാൻ പോകുന്നു പ്രദീപിനെ കല്യാണം കഴിക്കാൻ. പിന്നെ ഞങ്ങൾ ഈ നഗരം വിടും. ദയവ് ചെയ്ത് ഞങ്ങളെ അന്വേഷിക്കരുത്. നന്ദിത. ആരെയാ പ്രദീപ് എന്നറിയോ? അവൻ്റെ അഡ്രസ് ഉണ്ടോ? കുറച്ചു കാലമായി അവൾ ഈ ചെറുപ്പക്കാരനുമായി ഫോണിൽ സംസാരിക്കുന്നതായിട്ടറിയാം. ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു. സിറ്റിയിൽ എവിടെയാണോ താമസിക്കുന്നതെന്ന് പറഞ്ഞു. ജോലിയും കേട്ടിട്ട് അത്ര സുഖമുള്ളതായി തോന്നിയില്ല. അവൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ച് കുറച്ചുകൂടി കഴിഞ്ഞ് വേണ്ടത് ചെയ്യാൻ ഞാൻ പറഞ്ഞതാ. ഇവൾക്കും അത് തന്നെയായിരുന്നു അഭിപ്രായം. പിന്നെ പിന്നെ പെട്ടെന്ന് നടത്തണമെന്നായി അവൾ. ഇനിയിപ്പോൾ അതും അവൻ്റെ നിർബന്ധമാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അവൾ ഇങ്ങനെ ഒരു സാഹസം കാണിക്കുമെന്ന് വിചാരിച്ചില്ല. അവൾക്ക് ഇത്ര പക്വതയുള്ളൂന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഞങ്ങൾ രണ്ടുപേരും ഈ നഗരത്തിലെ അവളെ എവിടെ ചെന്ന് അന്വേഷിക്കുക. അങ്കിൾ സമാധാനമായിട്ടിരിക്കുക. ഞാനിപ്പോൾ വരാം. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ. ശ്രീയേട്ടൻ ചേച്ചിയും കൊണ്ടേ വരാവൂ. എടാ, എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? ശരി, കുറ്റം എന്റേതാ. ഇയാളല്ലേ വണ്ടി ഇങ്ങോട്ട് വെട്ടിച്ചത്? നീ കുറ്റം എന്റെ മുതലെത്തിയാൽ രക്ഷപ്പെടാനുള്ള ശ്രമമാണോ? മര്യാദയ്ക്ക് ഓട്ടോടെ നഷ്ടപരിഹാരം. പ്രശ്നമില്ല. കുറ്റം എന്റേതല്ലെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് 5 പൈസ നഷ്ടപരിഹാരം എന്റെ കയ്യിൽ പ്രതീക്ഷിക്കണ്ട. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ? ഞാൻ വാങ്ങിച്ചു നോക്കും. പൈസ തന്നിട്ട് പോയാ മതി. നീയല്ലേ ഇങ്ങോട്ട് വെട്ടിച്ചത്? പൈസ തന്നിട്ട് പോയാ തരത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ മനുഷ്യന്റെ സ്വഭാവമായിട്ടില്ല. നീ വണ്ടി എടുത്ത് മാറ്റി. നേരത്തോട്ട് കളിക്കരുത്. വണ്ടി നന്നാക്കി തന്നിട്ട് പോയാ. എന്റെ വണ്ടിക്ക് എന്ത് പറ്റുമെന്ന് പറയാം. നോക്ക് വല്ലതും പറ്റുമോ? ഇയാൾ ഓവർ സ്പീഡിൽ വന്ന് എന്റെ വണ്ടിയിൽ അടിച്ചു. ഫ്രണ്ട് മുഴുവൻ തകർന്നു സാർ. സാർ, ഇയാളാണ് വൺ വേ തെറ്റിച്ച് റോങ് സൈഡിൽ കൂടി കയറി വന്നത്. അതുകൊണ്ട് അവർ കള്ളം പറയാ. വണ്ടി ഓടിച്ചു വന്നത് ഫോൺ പോലും അടിക്കാതെ. ഞങ്ങളിവിടെ കണ്ടോണ്ട് നിൽക്കായിരുന്നു. ബൈക്കിന് പറയത്തക്ക സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും പേരുടെ ബഹളം വയ്ക്കാനുണ്ടായിട്ടും കുട്ടി സത്യം പറയാൻ മുമ്പോട്ട് വന്നത് നന്നായി. അത് ശരി. അപ്പൊ നീയൊക്കെ കൈ കൊണ്ട് കരുന്നാടുള്ള ഭാവമായിരുന്നു. തന്റെ ബൈക്കിന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. സാർ. അപ്പൊ താൻ വിട്ടോ, ഇവനെയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. താങ്ക് യു. മാറണം, മറിക.
പേടിക്കണ്ട, ഞാൻ നിന്നെ തടയാൻ വന്നതല്ല. പ്രദീപ് അല്ലേ? പ്രദീപ്, ഇത് ശ്രീനാഥ്. ഹലോ ശ്രീനാഥ്. ഹലോ. ഓക്കെ, നിങ്ങൾ സംസാരിക്കേ, അതായിരിക്കും നല്ലത്. ഓക്കെ. ഞാൻ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. നിനക്ക് ആരെ ഇഷ്ടപ്പെടാം, ഒളിച്ചോടാം, അതെല്ലാം നിന്റെ പേഴ്സണൽ മാറ്റർ. പക്ഷെ എന്തോ എനിക്കിപ്പോൾ ഈ അവസ്ഥയിൽ പലരോടും പുച്ഛം തോന്നുന്നു. ഇനി അത് നിന്നോട് പറയാൻ എനിക്കൊരു അവസരം കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ആദ്യം പുച്ഛം തോന്നുന്നത് എനിക്ക് എന്നോട് തന്നെ. നിന്നെ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി കണ്ടിരുന്നു. അതുകൊണ്ട് എല്ലാ സങ്കടങ്ങളും നിന്നോട് മാത്രം പറഞ്ഞത്, കടം വരെ വാങ്ങിയത്. പക്ഷേ നീ എന്നെ ഒരിക്കലും ഒരു നല്ല സുഹൃത്തായി കണ്ടില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കണ്ടിരുന്നെങ്കിൽ നീ ഇതെല്ലാം എന്നോട് പറയുമായിരുന്നു. കല്യാണത്തിന് അച്ഛനും അമ്മയും സമ്മതിച്ചില്ലെങ്കിൽ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നീ എൻ്റെ സഹായം തേടുമായിരുന്നു. പിന്നെ പുച്ഛം എനിക്ക് നിൻ്റെ അച്ഛനോടോ അമ്മയോടോ, നിന്റെ മകളായല്ല ഫ്രണ്ടായി കണ്ടതിന്, നിനക്ക് ഇത്രയും ഫ്രീഡം തന്നതിന്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇന്ന് ഇത്രയും വേദനിക്കേണ്ടി വന്നത്. നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ കരുതിയത്. അത് പോട്ടെ, പിന്നെ വല്ലപ്പോഴൊക്കെ വിളിക്കണം. എന്നെയല്ല, അച്ഛനും അമ്മയും നന്ദുവിനെയും. അതവർക്ക് കുറച്ചെങ്കിലും ആശ്വാസമാകും. ഇനി എന്താ ഞാൻ പറയേണ്ടത്? ഒരു ഓൾ ദി ബെസ്റ്റ് അല്ലാതെ നീ എത്ര ഞങ്ങളെ വേദനിപ്പിച്ചാലും അങ്ങനെ ആഗ്രഹിക്കാനല്ലേ ഞങ്ങൾക്ക് പറ്റൂ. പോട്ടെ, ഞാൻ ഇറങ്ങും. എന്തായി? നന്ദിതയെ ഞാൻ കണ്ടു ബസ് സ്റ്റാൻഡിൽ വെച്ച്. പിന്നെ അവൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി ഞാൻ പലതും പറഞ്ഞു. അത് കേട്ടിട്ടെങ്കിലും അവൾ തീരുമാനം മാറ്റി എൻ്റെ കൂടെ തിരിച്ചു വരുമെന്ന് കരുതി. എവിടെ? അവളുടെ വീട്ടിൽ നിന്ന് പിന്നെയും വിളിച്ചിരുന്നു. നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാനില്ല അമ്മ, അങ്കിളും എന്നെ കരയായിരിക്കും. എനിക്കത് കാണാൻ വയ്യ. എടാ, അവര് വേദനിക്കുമ്പോഴല്ലേ നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ടത്. സോറിടാ. സാരമില്ല അമ്മേ, ഇറങ്ങാം. ഹാപ്പി അല്ലടാ? പിന്നെ ഇനി നീ അകത്തിരുന്ന് പഠിച്ചോ കേട്ടോ. നിന്റെ ഹീറോയിസം ഒക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷേ നാളെ നീ ഒരു പെൺകുട്ടിയായിട്ട് ഒളിച്ചോടില്ലെന്ന് എന്താ ഉറപ്പ്? അമ്മയാണ് എനിക്ക് അതിനുള്ള ഉറപ്പ്. ഞാനോ? ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ വരുമോ? പിന്നെന്തിനാ ഞാൻ ഒളിച്ചോടുന്നത്? എന്താണ് മ്യാഡം ഒന്നും മിണ്ടാത്തെ? ഇങ്ങനെ സോപ്പിടാൻ നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും.